Okay, it's time to mark your attendance. എല്ലാവർക്കും നിങ്ങളുടെ അറ്റൻഡൻസ് ഇപ്പോൾ മാർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. പിന്നെ ഇപ്പൊ തൊട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസ് ആണ് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് വരിക. സോ ഇതിനു മുമ്പ് ആരെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും കൂടി ഇപ്പൊ വന്നിട്ട് പ്രസന്റ് അവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അത് സാരമില്ല, പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ വന്നാ മതി. എന്തായാലും പ്രസന്റ് എന്തോ എന്താ പറഞ്ഞേ? അതിവിടെ മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണോ? ചെറുതായിട്ടേ കേൾക്കാൻ പറ്റുന്നുള്ളോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. നല്ല മഴയൊക്കെ അല്ലേ, അപ്പൊ എല്ലാരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സൗണ്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓക്കെ, എല്ലാരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, all of them should mark your attendance. സോ അപ്പോ ഇന്ന് തൊട്ട് നിങ്ങളുടെ മേരിക്കുട്ടി മിസ്സിന് പകരം ഞാനായിരിക്കും നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ മിസ്. എന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. മിസ്സിന്റെ പേര് ഷാരോൺ. ഷാരോൺ എന്നാണ് മിസ്സിന്റെ പേര്, ഷാരോൺ ജോൺ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്ന ആൻജോ ജോസഫ്, നിഹാര ആൻഡ് സന, ടേൺ ഓൺ യുവർ ക്യാമറ. All of you turn on your camera. Okay, all of them should turn on your camera. മഴ പെയ്യുന്നോണ്ടായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. മിസ് നല്ല സൗണ്ടിൽ തന്നെ പറയാം. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഏത് ഭാഗമാണ് മിസ്സിനോട് പറഞ്ഞു തന്നേ? സോ ലാസ്റ്റ് ക്ലാസ് മൂന്നാമത്തെ പാഠം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. ഇനി 45 എടുക്കണ്ടേ? Okay, 245. So what's the name of your third chapter? The northern and coastal plains. Yes, the northern and coastal plains. Adanale? Yes. Okay. Okay, ഞാൻ നിങ്ങളെ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറയാം. So I'm going to mute you all. Okay, കുറച്ച് ആൾക്കാരോട് ക്യാമറ ഓൺ ആക്കാനുണ്ട്. So all of you please turn on your camera. ക്യാമറ എല്ലാവരും ഓൺ ആക്കിക്കേ. Okay. So the name of our chapter is Northern and Coastal Plains. I think you have completed the Northern Plains, the Satluj River Basin, the Ganga River Basin, the Brahmaputra River Basin. അത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതല്ലേ? ഇനി നിങ്ങൾക്ക് ഇത് ലൈഫ് ഇൻ ദ റീജിയൻ തൊട്ടല്ലേ പഠിക്കാനുള്ളത്. You have to say yes or no. Okay, yes. Okay, very good. So that is page number 245. All of you take textbook and page number 245. 245. എല്ലാവരും എടുത്തോ? സോ അപ്പൊ ഇനി തൊട്ട് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ ക്ലാസ്സിൽ എങ്ങനെയാന്ന് വെച്ചാല്, ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ,
ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന്റെ ആൻസർ പറഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ക്ലാസ്സിലോട്ട് ശരിക്കും കടക്കുന്നത്. സോ എല്ലാ ക്ലാസ്സിൽ എത്തുമ്പോഴും ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണോ എന്ന് എല്ലാവരും പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ദ ക്വസ്റ്റ്യൻസ് ആർ വെരി സിമ്പിൾ, ദ ആൻസേഴ്സ് വിൽ ബി വെരി വെരി സിമ്പിൾ. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർ മാത്രം മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ആൻസർ പറയുക. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, I am going to ask you the questions. So you have studied the northern plains, isn't it? Okay, yes. So the northern plains, where do the northern plains lie? Where do the northern plains lie? And I want the answer from Joel Joseph. Joel Joseph. Okay. Question is, where do the northern plains lie? Where do the northern plains lie? എവിടെയാണ് northern plains കിടക്കുന്നത്? Tell me the answer. ടെക്സ്റ്റ് ബുക്കിൽ ആ സെന്റൻസ് വായിച്ചാൽ മതി. വായിക്ക്. The plains of India. The northern plains lie towards the northern plains and okay, that's not the answer. Joel Joseph, ടെക്സ്റ്റിൽ അത് കണ്ടില്ലേ? കണ്ടില്ല? Okay, Joel Joseph, try to find out the answer and mute your mic. I am going to ask another person. Okay, Alan Matthew. Wait. Alan Matthew. Tell me the answer. the northern plains lie towards the south of the Himalayas. Okay, and they stretch from? They stretch from Punjab to Assam. Okay, very good, Alan. Okay, that is the northern plains lie towards south of Himalayas and they stretch from Punjab to Assam. Okay, everybody got it? Okay, the next question is, what is a silt? What is a silt? എന്താണ് silt എന്ന് പറയുന്നത്? So Benita, can you tell me what is a silt? It's a കേട്ടില്ലായിരുന്നു. What do you mean by silt? Silt, SILT. What do you mean by silt? And what is its speciality? What do you mean by silt and what is its speciality? The fine silt dissolve. Okay, silt means the broken pieces of rocks and sand and silt are brought by the rivers. Okay, the rivers carry water throughout the year and they also bring with them broken pieces of rocks and silt. Silt means a mud. Mud ആണ് silt എന്ന് പറഞ്ഞാൽ. Okay, okay, silt എന്ന് പറഞ്ഞാൽ mud ആണ്. So Benita, the question is, what do you mean by alluvium? Sorry, alluvium. Alluvium എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by alluvium? It is a middle and very good for crops. Okay, that is alluvium. use എന്താന്ന് വെച്ചാൽ it is fertile. Fertile എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ളതാണ്. And very good for crops. Fertile ആയതുകൊണ്ട് തന്നെ that's very good for crops. നമ്മൾ പലതരത്തിലുള്ള കൃഷികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് alluvium എന്ന് പറയുന്നത്. And alluvium എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? That is the fine silt
deposited by the rivers is called alluvium. The silt, fine silt deposited by the rivers neയാണ് നമ്മൾ alluvium എന്ന് പറയുന്നത്. അതുപോലെ തന്നെ alluviumത്തിന്റെ സ്പെഷ്യാലിറ്റി ആണ് it's fertile and it is good for crops. Okay, മനസ്സിലായോ? Okay, then Benita, you can mute. So the next question goes to Sella and Sabat. Okay, Selna, the question is, what is the name of the tributary of Satluj River? The name of tributary of Satluj River. What is the name of the main tributary of Satluj River? Do you know? You don't know? I don't know. Okay, then Jewel and Jamal. Jewel and Jamal, wait a minute. Okay, then. Unmute Akike, Jewel and Jamal. Okay. Then tell me the name. What is the tributary of Satluj River? Satluj River inde tributary endana? Jewel and Jamal, I can't hear you. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ജുവൽ ആൻഡ് ജമൽ. മഴയല്ലേ, കുറച്ച് ഉറക്കെ പറ. What? Okay, very good. These. Your answer is correct. These is the main tributary of Satluj River. Okay. So the next question is to Naomi Rajesh. Yes, miss. Okay, and Naomi Rajesh, what is the tributary of Ganga River? Name the tributary of Ganga River. Yamuna. Yes, very good. Yamuna is the main tributary of river Ganga. Very good. So Naomi, you can mute your mic. And the next question goes to, okay, Shaumavi. Okay, 1 minute. Shaumavi. Unmute ആക്കാൻ പറ്റുന്നില്ല? മിസ് ഒന്നും കേൾക്കുന്നില്ല, മഴയായോണ്ട്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും ഷൗമ കേൾക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ആക്കിക്കോ. ഞാൻ വേറെ ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. യു ക്യാൻ മ്യൂട്ട് നൗ. സോ മഴയായോണ്ട് ഒരുപാട് പേർക്ക് അതിന്റെ പ്രശ്നം ഉണ്ടാവും, എനിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ക്ലാസ് എടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, സോ Angel Rose. The next question, Angel Rose. Yes, miss. Okay, and the question is, what is the name of Brahmaputra River in Tibet? What is the name of Brahmaputra River in Tibet? The Taspu. Oh, that is Sangpo. That is, the river Brahmaputra originates in Tibet, and in Tibet it is called as Sangpo. Okay, very good. So the next question is to Rilu Abid. Wait a minute. Rilu. Okay, Rilu Abid. Okay, the question is, what do you mean by Sundarban Delta? What do you mean by Sundarban Delta?
The Brahmaputra and the Ganga river from the largest delta in the day before falling into the Bay of Bengal. This is the Sundarban Delta. Sundarban Delta. Okay. Okay, that's Sundarban Delta in the Parnala. The Brahmaputra and the Ganga rivers form the largest delta in the world before falling into the Bay of Bengal. And this is called Sundarban Delta. So last class le പഠിപ്പിച്ച portions ന്റെ questions കഴിഞ്ഞു. So നമ്മുടെ ഇന്നത്തെ section നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. Okay. And today we are going to discuss about life in the region, that is life in the northern plains. So in your textbook you can see that there are many states. Okay, the names of many states are given. Punjab, Haryana, National Capital Territory of Delhi, Uttar Pradesh, Bihar, West Bengal and Assam lie in the northern plains. Okay, that is all these states lie in the northern plains. Okay, Jewel and Jomal. Is there any problem? Jewel and Jomal. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Doubts? Any doubts? ഒന്നുമില്ല? So let me continue the class. ഞാൻ class continue ചെയ്യട്ടെ? Say yes or no. Jewel and Jomal, can you hear me? ഞാൻ ക്ലാസ് തുടങ്ങട്ടെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? Okay, 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 okay. Very good, very good. So these are the states that lie in the northern plains, and farming is their main occupation. That is the main occupation of the people in these states or northern plains is farming. Most of the people are farmers. Their occupation is farming. And the people in these northern plains, they grow rice, wheat, sugarcane. അതായത് നമ്മുടെ ഗോതമ്പ്, അതുപോലെ തന്നെ കരിമ്പ്, അതുപോലെ തന്നെ നെല്ല്, ഇതൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസിലുള്ള ആൾക്കാരെല്ലാം ഫാർമേഴ്സ് ആണ്. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷിക്കാരല്ലേ? ആൻഡ് ഫാമിംഗ് ആണ് അവരുടെ മെയിൻ occupation എന്ന് പറയുന്നത്. Okay, got it? Do you have any doubt? No. Okay, no. Very good. You have no doubt. So let's go to Punjab. പഞ്ചാബിനെ കുറിച്ച് പഠിക്കാം. Okay. So Punjab, as we said earlier, most the Punjab have many farmers. That is the farmers of the Punjab. That is most of the people in Punjab depending upon agriculture for their livelihood. Therefore, most of the people in Punjab are farmers. Okay, that is the farmers of Punjab. They make use of the modern machines in farming. They make use of the modern machines. Appo Punjabile farmers modern machines ഉപയോഗിച്ചിട്ടാണ് അവിടെ cultivation നടത്തുന്നത്. And what are the modern machines? They are tractors and harvesters. Do you know what is a tractor? Tractor എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? Yes. So there is a picture in your textbook. You can see tractor there. That is in the northern plains, most farmers use tractors to plow their field. The tractor is used to plow their field. നിലം ഉഴുതുമറിക്കാനാണ് ട്രാക്ടർ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു പിക്ചറിൽ കണ്ടില്ലേ, ഒരാൾ ട്രാക്ടർ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ടെക്സ്റ്റ് ബുക്കില്? Okay. So what do you mean by harvester? Harvester is also a big machine that is used to cut the crops. നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിലം ഉഴുതുമറിച്ചിട്ട് അവിടെ വിത്ത് പാകിയിട്ട് നമ്മൾ ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കും, ഒരുപാട് വിളകൾ ഉണ്ടാക്കിയെടുക്കും. വിളകൾ ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്രോപ്സിനെ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് ഹാർവെസ്റ്റേഴ്സ്. സോ most of the people in Punjab are farmers and they make use of this modern machines for their farming. Okay, and the people are fond of makke ki roti,
sarson ka saag and lassi. That is makke ki roti, sarson ka saag and lassi are their favorite food. These are their food items. And you can see a picture of makke ki roti and sarson ka saag. Makke ki roti means it's like our chapati. Chapati പോലുള്ള ഒരു ഫുഡാണ് മക്കെ കി റോട്ടി എന്ന് പറയുന്നത്. അതുപോലെ സർസോൺ കാ സാഗ്, അതിന്റെ കൂടെയുള്ള ഒരു പച്ച കളറുള്ള ഒരു കറി പോലെയുള്ളതില്ലേ, അതാണ് കേട്ടോ. അതാണ് പഞ്ചാബീസിന്റെ ഫുഡ്. അവരുടെ ഫേവറേറ്റ് ഫുഡാണത്. ഓക്കെ. ആൻഡ് ദേ സെലിബ്രേറ്റ് ബൈസാഖി ആൻഡ് ലോറി. ബൈസാഖി ആൻഡ് ലോറി എന്ന് പറയുന്ന ഫെസ്റ്റിവൽസ്. നമ്മൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യൂലേ? കേരളത്തിലുള്ള മലയാളികൾ ഓണം ആഘോഷിക്കൂലേ? ഇല്ലേ? അതുപോലെ പഞ്ചാബികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ ഫെസ്റ്റിവൽ ആണ് ബൈസാഖി. ബൈസാഖിയും അതുപോലെ തന്നെ ലോറി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഭംഗ്ര ആൻഡ് ഗിഡ ആർ പോപ്പുലർ ഫോക്ക് ഡാൻസേഴ്സ് ഓഫ് പഞ്ചാബ്. ഭംഗ്രയും അതുപോലെ തന്നെ ഗിഡയുമാണ് അവരുടെ പോപ്പുലർ ഫോക്ക് ഡാൻസേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായ ഒരുപാട് ഡാൻസ് ഒക്കെ ഉണ്ട്, കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഭംഗ്ര ആൻഡ് ഗിഡ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദെയർ പോപ്പുലർ ഫോക്ക് ഡാൻസേഴ്സ്. ആൻഡ് we can see that Golden Temple is located in Amritsar in Punjab. So it is a tourist spot. Tourist spot means tourists come there. Okay. So Golden Temple in Amritsar in Punjab is a place for tourists. Okay. So let's discuss once again. Punjab is famous for farmers. And most of the farmers in Punjab make use of which type of machines? Tractor and harvester. Okay, tractor and harvester are modern machines. That is, make use of modern machines. So students, നിങ്ങൾക്ക് page number എത്രയാണെന്ന് അറിയൂല ഇതിന്റെ? Page number 245. 245. 245 ആണ് പേജ് നമ്പർ. പേജ് നമ്പർ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും വേഗം പേജ് എടുക്കണം കേട്ടോ. 245. ഓക്കെ. All of you take the page number 245. കിട്ടാത്ത ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. So ആസിയ സഫ ടെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണോ? Yes or no? Okay. Then it's okay. That is, Punjab the farmers in Punjab make use of the modern machines. They are tractors and harvesters. And what are the favorite food of this Punjabi people? What are the favorite food? Tell me. Makki ki roti and sarson ka saag and lassi. Okay, and these are their favorite food. Okay, and what are their favorite, what are their festivals the Punjabis celebrate? Baisakhi and Lohri. Baisakhi and Lohri are the festivals of Punjab people. Okay, next, what are their popular folk dances? What are their Bhangra and Gidda are their popular folk dances. Okay. And there is a tourist spot in Punjab. The temple in Amritsar. Okay, very good. That's very good. I think all of you understand this. Is there any doubt with you? Yes or no? Yes. There is no doubt with you. Okay. Next. The next is Haryana. Haryana is also a state in northern plains. And here also most of the people are farmers. And like the farmers of Punjab, the farmers of Haryana also use modern machines. They also make use of modern machines like tractor and harvesters. Avarum Haryanakarum Punjabukare pole modern machines aanu use cheyyunnathu. Okay. അതുപോലെ തന്നെ many people are engaged in cattle rearing and dairy farming. Do you know what is cattle rearing?
1 minute. No. Okay, cattle rearing എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? Yes. ഓക്കെ, അതായത് പശുവിനെയും ഒക്കെ വളർത്തുന്നതിനാണ് കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത്. സോ അവിടെയുള്ള ആൾക്കാരൊക്കെ കാറ്റിൽ റിയറിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡയറി ഫാമിംഗ്. ഡയറി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? Yes. What do you mean by dairy farming, Rilu Abid? Farming. ഡയറി ഫാമിംഗ് എന്ന് പറഞ്ഞാല് പാലില്ലേ, പശുവിന്റെ പാലൊക്കെ, പാലുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ നടത്തുന്ന വ്യവസായങ്ങളെയൊക്കെ നമ്മൾ ഡയറി ഫാമിംഗ് എന്ന് പറയും. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഓക്കെ, അതാണ് ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിഹാര, രാജേഷ്, എനി ഡൗട്ട്? ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. അതിന് നല്ല മഴയുള്ള ദിവസമല്ലേ, അപ്പം മിസ് ഇവിടെ നിന്ന് മാക്സിമം സൗണ്ടിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ ലിങ്ക് എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്ന് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ആ യൂട്യൂബിലെ ലിങ്ക് എന്തായാലും കാണണം കേട്ടോ. മഴ മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാലോ. ഓക്കെ, സോ ഇൻ ഹരിയാന the people are engaged in farming, cattle rearing, dairy farming. Okay, and Faridabad and Gurugram, these are two places in Haryana, and they have many industries such as information technology and automobiles. What do you mean by information technologies? That Computer. is computer related industries. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ് മീൻസ് റിലേറ്റഡ് വിത്ത് ദ വെഹിക്കിൾസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ ഹരിയാനയിലുണ്ട്. അപ്പൊ ഹരിയാനയിലെ ആൾക്കാർ ഫാർമേഴ്സ് മാത്രമല്ല, ഇൻഡസ്ട്രീസും ഉണ്ട്. And what are the type of industries are found in Haryana? Technology, information technology, and automobiles. Okay, automobiles. Very good. Okay, then Juliet, can you hear me? Yes. Okay, then most of the people in Punjab are farmers. Okay. Okay, and they are making use of modern machines. Okay. So, and do you know the names of these modern machines? Modern machines in the പേര് ഓർക്കുന്നുണ്ടോ? നമ്മൾ പഞ്ചാബിൽ പഠിച്ചായിരുന്നു. Harvesters. Okay, very good. Juliet, can you tell me the names of these modern machines? Try to tell. Don't worry. മോഡേൺ മെഷീൻസിന്റെ പേര് ഓർക്കുന്നുണ്ടോ? പറയാൻ കിട്ടുന്നില്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. മോഡേൺ മെഷീൻസ് ഒന്ന് ട്രാക്ടർ. ഓക്കെ, then the other one is harvester. ഓക്കെ, ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. Tractor, harvester. Okay, very good. Okay, Juliet, you can mute your mic. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നല്ല ഫ്ലോയിൽ കിട്ടണമെങ്കിൽ, വാക്കുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, മിസ് ഇവിടെ പഠിപ്പിക്കുമ്പോൾ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ പോരാ, നിങ്ങൾ വീട്ടിൽ നിന്നും ഒരുപാട് തവണ ടെക്സ്റ്റ് വായിക്കണം. എങ്കിലേ നിങ്ങൾക്ക് വാക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, വായിക്കൂ ഇനി മുതൽ ടെക്സ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. So, പഞ്ചാബിനെ കുറിച്ചും പഠിച്ചു, ഹരിയാനയെ കുറിച്ചും പഠിച്ചു. Is there any doubt? No. Okay, no. Very good. Next, National Capital Territory of Delhi. Okay, and in Delhi, we can see that most people work in offices. That is, most of them are engaged in business and related activities. Okay, and here we can see most of the people have work in offices and they have business. Okay, and there is another speciality about Delhi. That is, Delhi has
Many famous monuments. What do you mean by monuments? Monuments എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? Buildings. ബിൽഡിങ്സ് ആണ്. കുറെ ചരിത്ര സ്മാരകങ്ങൾ. ചരിത്ര സ്മാരകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താജ്മഹൽ is an example for historical monument. താജ്മഹൽ ഒരു ചരിത്ര സ്മാരകമാണ്. ഓക്കെ, അതുപോലെയുള്ള സ്മാരകങ്ങളെയാണ് നമ്മൾ മോണുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, got it? Not India Gate. Got it? Yes. So then Rilu, you can mute your mic now. Rilu. Okay. So there are many famous monuments such as Red Fort, Qutub Minar, India Gate, Humayun's Tomb, Jama Masjid, Lotus Temple, and Akshardham Temple. Okay. Tourists from all over the world come to see these monuments. അപ്പോൾ ഈ മോണുമെന്റ്സ് ഒക്കെ നമ്മുടെ ഡൽഹിയിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും ഈ മോണുമെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദീസ് മോണുമെന്റ്സ് ആർ their favorite spot. Okay, so what do you understand about the Delhi and what type of occupation what type of occupation the people in Delhi are engaged in? Do you know? Eric Antonio Shinosh? Eric Antonio, are you sleeping there? Eric Antonio, are you sleeping there? Okay, then unmute your mic. Okay, so Eric, my question is, okay, in which occupation or what type of occupations are done by or doing by the people in Delhi? The people in Delhi are engaged in, they're engaged in business. Okay, Eric Antonio. Eric Antonio. They are engaged in business. Okay, miss. Okay, and they are engaged in business, and most of the people in Delhi work in offices. Okay. Okay, you can mute your mic. Next, Alan Matthew Dilip. Alan Matthew. Yes, miss. Okay. Can you tell me the names of few historical monuments in Delhi? The names of any two. Any two. Qutub Minar Very good. and India Gate. Okay, very good. Okay, very good, Alan. So it's time to wind up the class. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഞ്ചാബിനെ കുറിച്ചും ഹരിയാനയെ കുറിച്ചും ഡൽഹിനെ കുറിച്ചും പഠിച്ചു. Okay. Do you have any doubt? No. So next classൽ ഞാൻ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന്റെ ഒക്കെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം. Okay. So it's time to wind up our class. Bye.